ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് സെൽ ആപ്ലിക്കേഷനിൽ ട്രാവൽ ബാൻ ചെക്ക് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഞാൻ നേരത്തെ 1-2 വീഡിയോ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അറിയാത്തവർക്കായിട്ട് ഒരിക്കൽ കൂടി ഒരു വീഡിയോ ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സെൽ ആപ്ലിക്കേഷനിൽ ട്രാവൽ ബാൻ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ ഇത് ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും, എന്നാലും അറിയാത്ത പേര് ഒരുപാടും ഇനിയും നമുക്കിടയിലുണ്ട്. അപ്പോൾ അറിയാത്ത ആളുകളിലേക്ക് ദയവ് ചെയ്ത് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സെൽ ആപ്ലിക്കേഷനിൽ ട്രാവൽ ബാൻ ചെക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിന് മുന്നേ ആദ്യത്തെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ടിക്ടോക്കിലാണ് ഈ ഒരു വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ടിക്ടോക്ക് ചാനലൊന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ നമ്മൾ സെൽ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാണ് ട്രാവൽ ബാൻ ചെക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ സെൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നമ്മൾ ലോക്കൊക്കെ കൊടുത്ത് തുറന്നതിന് ശേഷം നമ്മളിവിടെ സർവീസസ് എന്ന് പറയുന്ന താഴെയുള്ള ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. അങ്ങനെ സർവീസസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും. ഇവിടെ ഏകദേശം താഴെ നിന്ന് മുകളിലോട്ട് മൂന്നാമത്തെ ഓപ്ഷനാണ് ഇവിടെ കാണിക്കുന്നുണ്ട്, മിനിസ്ട്രി ഓഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതിൽ 2 ഓപ്ഷൻ കിട്ടും, ഒന്ന് എൻക്വയറി സർവീസും 2 ഇ പേയ്മെൻറ്റ് സർവീസും. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഓപ്ഷനായ എൻക്വയറി സർവീസിലാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. അങ്ങനെ എൻക്വയറി സർവീസ് ഓപ്പൺ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കിട്ടും. അതിൽ ഏറ്റവും ഫസ്റ്റ് തന്നെ ഇവിടെ കിടക്കുന്നുണ്ട് എൻക്വയറി അബൌട്ട് ട്രാവൽ ബാൻ ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ട്രാവൽ ബാൻ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇതിലാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ എൻക്വയറി അബൌട്ട് ട്രാവൽ ബാൻ ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ താഴെ നമ്മളുടെ സിവിൽ ID നമ്പറോട് കൂടി നമുക്കൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കും. യു ഡു നോട്ട് ഹാവ് ട്രാവൽ ബാൻ ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളുടെ ട്രാവൽ ബാൻ സെൽ ആപ്ലിക്കേഷനിൽ ചെക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ട്രാവൽ ബാൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സിവിൽ ID നമ്പറോട് കൂടിയിട്ട് ഇവിടെ ട്രാവൽ ബാൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് സെൽ ആപ്ലിക്കേഷനിലൂടെ ട്രാവൽ ബാൻ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇത് ഇപ്പോഴും അറിയുകയില്ല. അപ്പോൾ അറിയാത്ത ആളുകൾ അറിയുന്നവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ യൂട്യൂബിലാണ് ഈ ഒരു വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ടിക്ടോക്കിലാണ് ഈ ഒരു വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. ഇതുപോലെയുള്ള ഒരുപാട് അറിവുകൾ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാക്സിമം കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക.